ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നിൽക്കുന്നൊരു സമയമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനുള്ള കാരണം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മ്യാൻമാറിലാണ്. മ്യാൻമാറിൽ ഇവിടുത്തെ കോണിയാക്ക് ട്രൈബിൻ്റെ കൊട്ടാരത്തിലേക്ക്, അതായത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കൊട്ടാരം. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു കൊട്ടാരമോ ഇങ്ങനെയുള്ള ഒരു ട്രൈബ്സോ ഇല്ല എന്ന് തന്നെ പറയാം. ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം. ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കാണാം ഇന്ത്യൻ്റെ പതാക കാണാം. ഒരു സൈഡിൽ അത് ഇന്ത്യയാണ്, മറ്റൊരു സൈഡിൽ നാഗിൻ്റെ പതാക കാണാം, അതാണ് മ്യാൻമാർ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ, ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സെൻറ്റർ എന്നുള്ളത് യഥാർത്ഥത്തിൽ ലൈൻ ഓഫ് ബോർഡർ ആയിരിക്കും വരും. ഇന്ത്യയാണ്, ഒരു ഭാഗം ഇന്ത്യ, ഒരു ഭാഗം മ്യാൻമാർ. ഇന്ത്യ. നിവേദിത കൈ വച്ചിരിക്കുന്നു, അത് കൈ വച്ചിരിക്കുന്നത് ഇന്ത്യ. ഇതാ പെട്ടെന്ന് നിവേദിന് തോന്നി മ്യാൻമാറിലേക്ക് പോകണമെന്ന്. അപ്പോൾ ഇതാ നിവേദ് മ്യാൻമാറിലേക്ക് പോയിരിക്കുന്നു. വിദേശയാത്ര വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് വിദേശയാത്ര ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പഠിക്കുക. ഇന്ത്യയിലാണിപ്പോൾ ആതച്ചാടി മ്യാൻമാർ, ഇന്ത്യ, മ്യാൻമാർ. രണ്ടും ഒരേ സമയം കയ്യിലൊതുക്കി നിവേദ് കൊട്ടാരത്തിൽ വളരെ ഒറ്റ തടിയിലുണ്ടാക്കുന്നതാണ്. അതിൽ കൊത്തുപണികൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഫുള്ള് തടിയാണ്. മുകളിലാണ് ഷീറ്റുള്ളത്. ഇതൊക്കെ തടിയിലുണ്ടാക്കുന്നതാണ്. നമ്മൾ മെയിൻ മീറ്റിംഗ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രവേശിച്ച ഉടനെ തന്നെ മീറ്റിംഗ് ഹാളാണ്. ഇതാണ് മീറ്റിംഗ് ഹാള്. അല്ല, സിംഹത്തിൻ്റെ തലയുള്ള ഇരിപ്പിടമുണ്ട്. സിംഹത്തിൻ്റെ തലയുള്ള ഇരിപ്പിടാണ്. അതേപോലെ തന്നെ മീറ്റിംഗ് ഹാളിലുള്ള ടേബിളാണ്. അതേപോലെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ലോങ് ഡ്രം എന്ന് പറയുന്നതാണ്. ലോങ് ഡ്രമ്മിനും തലയുടെ ഭാഗം ഒരു പ്രത്യേകമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. ഇതാണ് ലോങ് ഡ്രമ്മിൽ തലയിട്ട് നോക്കുന്നു നിവേദ്. അതിന് ലോങ് ഡ്രമ്മിൽ അടിക്കുന്ന ഇത് വെച്ചിട്ടാണ് ലോങ് ഡ്രമ്മിൽ ശബ്ദം ഉണ്ടാക്കുന്നത്. പ്രത്യേക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതേപോലെ പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെയാണ് ഇത് അടിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി എന്താണ് എന്ന് കൃത്യപ്പെടുത്തുകയാണ് ചെയ്യുക. നമുക്ക് ചുവരിലൊക്കെ നോക്കിയാൽ കാണാം. ചുവരിൽ നമ്മുടെ മിഥുൻ്റെയും അതേപോലെ കാട്ടുപോത്തിൻ്റെയും ഒക്കെ കൊമ്പുകളും തലകളാണ് കാണുന്നത്. മുകളിലതാ മാൻ്റെ തല. ഈ ഭാഗത്ത് അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളുമാണ്. ഡ്രമ്മാണ്, വലിയ ബിഗ് ഡ്രമ്മിൻ്റെ സൈസ് ഭയങ്കര സൈസുള്ള ഡ്രമ്മ്. ഇനി നമ്മൾ ബെഡ്റൂം ഉണ്ടല്ലോ ഇവിടെ, ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഈ വലത് ഭാഗത്ത് കാണുന്ന ബെഡ്റൂം നമ്മൾ ഇന്ത്യയിലും, ഇടത് ഭാഗത്ത് കാണുന്ന ബെഡ്റൂം മ്യാൻമാറിലാണ്. മ്യാൻമാറിൽ ഒരു ഭാര്യ ഉണ്ടാവും, ഇന്ത്യയിലൊരു ഭാര്യയുണ്ട്. 2 ഭാര്യയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. മ്യാൻമാറിലുള്ള ഭാര്യയാണ് പ്രധാനപ്പെട്ട ഭാര്യ. ഇപ്പോൾ മ്യാൻമാറിലാണ് ഇവിടെ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യാൻമാറിലാണ്. ഇന്ത്യയുടെ ഭാഗം ഈ ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗം. ഇത് അനിൽ മാഷാണ്. അത് നമ്മൾ കണ്ടറിട്ട് വളരെ ലുക്കിലാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇരിക്കുന്നത് ഇവിടുത്തെ രാജാവാണ്, ലാംഗ്വേയിലെ രാജാവാണ്. അദ്ദേഹം ചീഫ് ആങ്കാണ് ഇവിടെ ഉള്ള. അന്നേരം തോന്നൊക്കെ പറയൂ. അതൊന്നും അങ്ങനെ. ഇപ്പോൾ ചീഫ് ആങ് ഇരിക്കുന്നത് മ്യാൻമാറിലാണ്. ഈ കിച്ചൺ നിൽക്കുന്നത് മ്യാൻമാറിലാണ്. കിച്ചണിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുള്ളത് ഇന്ത്യയിലുമാണ്. കിച്ചൺ പാത്രം അവർ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത്. अपनी नाम किया सूर्यास मोला नाम Phawang. ഏത് വർഷം മുതലാണ് നിങ്ങൾ ഇതിൻ്റെ ചീഫ് ആങ് ആയിട്ടുള്ളത്?
अपनी किमान साल परा चीफ अंग कियास Moi sekolah अपनी बाबा मोरा पाचते अपनी nah itu starting മൊത്തം ഹിസ്റ്ററി ആണോ ഹിസ്റ്ററി പറഞ്ഞു. ആ ഹിസ്റ്ററി പൂരാ ഹിസ്റ്ററി 10 generation laba എത്ര വില്ലേജാണ് നിങ്ങളുടെ കീഴിലുള്ള അണ്ടർ? अमिगन लगवा अपनी अंडरते अमिगन किमान बुस्ती Burma te beshi ase ബർമ, മ്യാൻമാർ. Myanmar ഏറ്റവും കൂടുതൽ വില്ലേജ് അദ്ദേഹത്തിൻ്റെ അടിയിലുള്ളത് മ്യാൻമാറിലാണ്. Myanmar te 30 plus 30 പ്ലസ് 30 പ്ലസ് India te 5 5 വില്ലേജ്. ടോട്ടൽ 35 ഗ്രാമത്തിൻ്റെ തലവരാണ്. ഈ ഹെഡ് ഹണ്ടേഴ്സ് എന്നുള്ള ഒരു പേര് വന്നത് എങ്ങനെയാണ്? പഹലെ അമിക്കൻ കെ മത്താക്കാട്ട മനു മട്ടി തക്കിച്ചതോ ഇത് നാം കിണക്ക ഉള്ളാഴ്ച വാസ് itu tuh land kami ആ mati nah itu kami was മണ്ണ് ഭൂമിക്ക് വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാർ ചെയ്യുമായിരുന്നു. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇത് ഒരാളെ കട്ട് ചെയ്യുക, കൊന്ന് ആ തലയെടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് ആ സ്ഥലം പിടിച്ചെടുക്കുക, അതായിരുന്നു അതിൻ്റെ രീതി. ഇപ്പം അതില്ല. ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം ആ ഒരു സിസ്റ്റം ഇല്ല. അത് ഇപ്പം ഇവിടെ സ്കൂൾ സംവിധാനങ്ങൾ മറ്റുള്ളത്? സ്കൂളൊന്ന് മ്യാൻമാറിൻ്റെ സ്കൂളാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇന്ത്യയുടെ സ്കൂള് ഷാലോം സ്കൂൾ അവിടെ ഉണ്ട്. ഇവിടെ പ്രൈമറി സ്കൂളുണ്ട്, മിഡിൽ സ്കൂളുണ്ട്, ഹൈസ്കൂൾ भी আছে না আমি কেনকে হাইস্কুলুണ്ട് হাইস্কুল নাই MES മിഡിൽ സ്കൂൾ ക്ലാസ് 8 അപ്പോൾ ഗവൺമെൻറ്റിന് അണ്ടറിലാണോ? ഗവൺമെൻറ് സ്കൂൾ. Ramen naga primary ase MES aro പ്രൈവറ്റ് ശാലാമാസെ aro ekta private notun നൂതൻ. aro promise iskon basta അച്ഛാ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്നതും എന്നാൽ പിന്നെ വൈവിധ്യമുള്ളതുമായിട്ടുള്ള ഒരു ട്രൈബാണ് കോനിയാക്ക് ട്രൈബ്. അതിൻ്റെ ചീഫ് ആങ്ങാണ് ഇവിടെയുള്ള രാജാവ് എന്ന് പറയുന്ന ചീഫ് ആങ്ങാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30-ലധികം വില്ലേജുകൾ മ്യാൻമാറിലും ഇന്ത്യ 5 വില്ലേജ് ഇന്ത്യയിലുണ്ട്. ഇവിടെയുള്ള പഠന സംവിധാനങ്ങളുണ്ട്. മ്യാൻമാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയുള്ള ആളുകൾക്ക് പോകുന്നതിന് പ്രയാസമല്ല, പ്രശ്നമല്ല. എല്ലാവർക്കും ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും. അങ്ങനെയുള്ള ഇന്ത്യയിൽ വേറെ എവിടെയും ഒരു ട്രൈബ് നമുക്ക് ഇങ്ങനെയുള്ള ട്രൈബ് നമുക്ക് കാണാൻ കഴിയില്ല. നാഗാലാൻഡിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലേ സാറേ, ഏറ്റവും ശക്തമായിട്ടുള്ള ട്രൈബാണ് ഈ ട്രൈബ്. ഈ ട്രൈബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചരിത്രമോ എന്തെങ്കിലും കഥകളോ ഒക്കെ സാറ് ഇവിടെ ഒരുപാട് കാലമായിട്ടുണ്ടല്ലോ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. 30-35 വർഷമായി ഇവിടെ അധ്യാപന ജീവിതം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ ട്രൈബുമായി ബന്ധപ്പെട്ടും വരുമായി മോൻ വില്ലേജിലാണ് സാറുള്ളത്. സാർ നാഗാലാൻഡിൽ ദിസ് ഈസ് എ ലാൻഡ് ഓഫ് ആങ്. ലാൻഡ് ഓഫ് ആങ്. നാഗാലാൻഡ് മോൺ ഡിസ്ട്രിക്റ്റ്. നാഗാലാൻഡിൽ വേറെങ്ങും ആ ഒരു സിസ്റ്റം ഇല്ല. ഈ രാജ്യം അറിയപ്പെടുന്നത്, ഈ സംസ്ഥാനം, ഈ ജില്ല അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ആങ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ. ഇവിടെ എത്ര രാജാക്കന്മാരാണ് ഉള്ളത്? ചീഫ് ആങ് 9 or 7. അമിക്കൻ 9 തോ ആങ് 9. അതുകൊണ്ടാണ് ഇന്നലെ ഹെറിറ്റേജിലും 9 മൊറോങ് അങ്ങ് വെച്ചത്. പിന്നെ ഏറ്റവും വൈവിധ്യമാർന്ന കളർഫുൾ ഫെസ്റ്റിവലാണ് ഇവിടെ. ഓരോ ഗ്രാമത്തിനും ആ ഗ്രാമത്തിൻ്റെതായ തുണി, മാല എല്ലാം. ബസ്തി ലഗാ भी डिजाइन अलग से कपड़ा लगा और अंगपा लगा ड्रेस अलग से रानी लगा ഇത് अलग से itu बस्तु दूसरा मन यूज करोले ना परिवो means we cannot use that one, any other person can use that one. ഈ തലയുടെ ഈ അത് ഉണ്ടാവാനുള്ള കാരണം പണ്ട് ഇത് ടൈഗർ, അതിൻ്റെ ടൈഗറിൻ്റെ പല്ല്. ടൈഗറിൻ്റെ പല്ലാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അത് സിംബോളൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഒരാളുടെ ഒരു തല കട്ട് ചെയ്താൽ ഒരു മാല, ഒരു തലയാണ്. അങ്ങനെ 2 കട്ട് ചെയ്താൽ 2. ഇത് സിംബലൈസേഷനാണ്. ഇപ്പോൾ ഇത് സിംബലൈസ് ചെയ്തിട്ടുള്ളത് ഇത് പണ്ടത്താണ്, ഇപ്പം ഇല്ല. ഇത് സിംബലൈസ് ചെയ്ത് 3 ആളുകളെ തല എടുത്ത ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. അന്ന് തല എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ വീരന്മാരാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിവേഷമുണ്ട്, പ്രത്യേകമായിട്ട് അവരെ സ്വീകരിക്കും. ഇങ്ങനെ പ്രത്യേകത ഉള്ള ആളുകളായിരിക്കും. അവരെ അംഗീകരിക്കപ്പെടുന്ന ഈ ഒരു ട്രൈബ് അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. കൊണിയാക്ക് ഈസ് നോൺ ഫോർ വാരിയേഴ്സ്. ദേ ആർ വാരിയേഴ്സ്.
ഈവൻ ബ്രിട്ടീഷേഴ്സ് കുഡ് നോട്ട് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു കാരണം തന്നെ അവർക്ക് കൊറിയാക്കാണ്. പറ്റിട്ടില്ല. കാരണം ബ്രിട്ടീഷുകാരന് ഒരു തോക്കൊണ്ട് വരുമ്പോൾ ഇവിടെ ഡബിൾ ബാരലാണ്. അവർക്ക് റൂൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ നാടിനെ ഫ്രീലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷേഴ്സ് ഹിസ്റ്ററി ഇറ്റ് ഈസ് എ ഫ്രീലാൻഡ്. ബ്രിട്ടീഷ് ഹിസ്റ്ററി ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നിട്ടില്ല, റൂൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഫ്രീലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ മോൺ ടിൻസാങ് ഫ്രീലാൻഡാണ്. കാരണം ബ്രിട്ടീഷേഴ്സിന് അവിടെ റൂൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്രിസ്ത്യാനിസ് അങ്ങോട്ട് വരുന്നത് ക്രിസ്ത്യാനിറ്റി വരുന്നത് 18th സെഞ്ചുറി. 18th സെഞ്ചുറി. അപ്പോൾ ബ്രിട്ടീഷുകാരല്ലേ ഇവിടെ ക്രിസ്ത്യാനിറ്റി അത് ഒന്ന് ഒരു ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു മിഷണറി, അമേരിക്കൻ മിഷണറിയാണ്. അവരാണ് ആദ്യം. അത് ഇവിടെയല്ല വരുന്നത്. ഫസ്റ്റ് ദെക്കയും മൊക്കച്ചോ. ഇപ്പോൾ എത്ര ഭാര്യമാരാണ്? രണ്ട് ഭാര്യ. അവർ പിന്നെ ഈ പരമ്പര എങ്ങനെ ആരെന്നാണ് എന്നിങ്ങനെ മനസ്സിലാക്കുക? ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളെ ചീഫ് അംഗമായിട്ട് ചൂസ് ചെയ്യും. ഞാൻ വായിച്ച ഒരു ഇതിൽ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ കല്യാണം കഴിച്ച ആളാവും ചീഫ് അംഗം എന്നുള്ളത്. അതിലെന്താ വസ്തുത? അങ്ങനെയല്ല, കല്യാണം കഴിക്കണം നിർബന്ധമില്ല. കല്യാണം ഇപ്പം കുഞ്ഞായിട്ടിരിക്കുമ്പോഴും അവിടുത്തെ ഇപ്പോൾ ഗ്രാമക്കാർ മൊത്തം കൂടെ തീരുമാനിക്കും ഈ വീട്ടിൽ നിന്ന് അടുത്ത ആളാരാണ്. പക്ഷേ ഞാൻ ആ വായിച്ച പുസ്തകത്തിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ കൂടി. പണ്ടങ്ങനെ ആയിരിക്കാം. പക്ഷേ ചീഫ് അംഗ് बोले तेरा डाउट उड़ा तो इतना अमेरिकन चीफ अंग के बच्चा तीनटा मोटा तो एक मोटा तो झगड़ा तो कौन शादी करी से तय के चीफ अंग पावो ना ഫസ്റ്റ് ആണാരാണോ അവനായിരിക്കും അടുത്ത ആംഗ്. ആദ്യത്തെ മകൻ അത് കല്യാണം കഴിച്ചോ ഇല്ലയോ ഡെപ്യൂട്ടി ആംഗ്. ആദ്യം ഇപ്പം 3 ആൺപിള്ളേരുണ്ടെങ്കിൽ ഏറ്റവും മൂത്ത മകനായിരിക്കും ചീഫ് ആംഗ്, താഴത്തത് ഡെപ്യൂട്ടി ആംഗ്. പക്ഷേ ഈ പിന്നെ ഇതിന് കൈമാറ്റം എങ്ങനെയാണ് നടക്കുക? ना बाबा जिंदा था टाइम देना हो तो ना itu मनु प्रत्याशन. हाँ papa থাকে টিভি अच्छा. মই ही बेरा থাকে itu हाँ काम करने वाले भी पोजीशन ना पाओ तो ना अमेरिकन चियांग भी त्याला चियांग आंपराई काम दूरी तक से बाबा तक टाइम तभी बोले भी बाबा मुरा पाचते ही अमेरिकन സോൺ കുറിച്ചതോ. അത് ഒരിക്കലും അച്ഛൻ ജീവിച്ചിരിക്കും, അച്ഛന് വയ്യ, മൂത്ത മകനായിരിക്കും ഈ പദവി കാര്യങ്ങളെല്ലാം ചെയ്യുക. പക്ഷേ ഒഫീഷ്യലി അത് സോൺ ചെയ്യണമെങ്കിൽ ആൾ കാലം ചെയ്തതിന് ശേഷമാണ്. ഈ പിന്നെ ഗവൺമെൻറ് തലത്തിൽ ഇവർക്കുള്ള ഒരു പദവി എങ്ങനെയാണ്? ഗവൺമെൻറ് എങ്ങനെയാണ് കാണുന്നത് ഇവരെ? ഗവൺമെൻറ് സിസ്റ്റം ഡിഫറെൻറ്റ്, പാർലമെൻ്ററി സിസ്റ്റം. ഇത് നമുക്ക് നമ്മുടെ കസ്റ്റമറി ലോ, ഇത് കസ്റ്റമറി. അത്ഭുതകരവും ആശ്ചര്യാജനകവുമായിട്ടുള്ള സംഭവബഹുലമായിട്ടുള്ള അറിവുകളാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിച്ചത്. മോൻ വില്ലേജിൽ 9 ആങ്ങുമാരുള്ളത്, 9 രാജാക്കന്മാർ. 9 രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ചീഫ് ആങ്ങാണ് നമ്മുടെ മുമ്പിൽ ഈ സംസാരിക്കുന്നത്. അത്ര പെട്ടെന്ന് ഒന്ന് കണ്ട് പോകാൻ കഴിയുന്ന വിധമല്ല ഇവരുടെ ജീവിത രീതിയും സ്വഭാവവും. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ വരുമ്പോൾ കാണിക്കൊക്കെ കൊടുത്തിട്ട് സമ്മാനമൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നത്. ഒരുപാട് പുതിയ അറിവുകൾ ലഭ്യമായി. ഈ വിഭാഗം ഒരു കാലത്ത് ഇവരുടെ ശത്രുക്കളുടെ തല കൊയ്യുന്നതിൽ കേമന്മാരായിരുന്നു. ഒരുപാട് തല കൊയ്യുന്ന ആളുകൾക്ക് പ്രത്യേക അംഗീകാരവും ലഭ്യമായിരുന്ന ഒരു കാലം. ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ ഇതിൽ പ്രസിദ്ധനായിട്ടുള്ള ആളുകളായിരുന്നു. മുഖത്ത് പച്ച കുത്തിയിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ തല കൊയ്ത ആളാണ് എന്ന് മനസ്സിലാക്കാം. അവരുടെ നെഞ്ചിൻ്റെ ഭാഗത്താണ് പച്ച കുത്തിയത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ തല കൊയ്ത ആളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ എന്നാണ്. ഇവർ എത്ര തലകൾ കൊയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവരുടെ ചെയിനിൽ തൂക്കിയിട്ടിരിക്കുന്ന തലയുടെ ആകൃതി കണ്ടാൽ എത്ര ആളുകളെ ഇവർ തല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തൊരു വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു നാട് ഇത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ടതാണ്. ഒരു ഭാഗത്ത് മ്യാൻമാർ, വേറൊരു ഭാഗത്ത് ഇന്ത്യ. വേറെ ഒരു തരത്തിലുള്ള അതിർത്തി പ്രശ്നങ്ങളോ മറ്റോ ഇല്ല. ഇവിടെയുള്ള ജനങ്ങൾ മ്യാൻമാറിലേക്ക് പോകുന്നു, അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് പോകുന്നു. അവർക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ വിചിത്രമായിട്ടുള്ള
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊക്കെ നിർവഹിക്കുന്ന ആളുകളെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ലാംഗ്വേയിലെത്തുന്നത്. ലാംഗ്വേയിലേക്ക് ഞങ്ങൾ വരുന്നത് മോൺ വില്ലേജിൽ നിന്നാണ്. മോൺ വില്ലേജിൽ നിന്നും 40ഓളം കിലോമീറ്റർ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കി. അതിൽ മ്യാൻമാർ കാണാം, അതേപോലെ തന്നെ നാഗാലാൻഡ് കാണാം. മ്യാൻമാറിൻ്റെയും നാഗാലാൻഡിൻ്റെയും ബോർഡറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇവരുടെ മുമ്പ് മുത്തച്ഛൻ്റെ ശവകുടീരവും പന്നിയും തൊട്ടപ്പുറത്ത് ഈ വില്ലേജും നമുക്ക് കാണാൻ കഴിയും. ഈ ആങ്ങുമാരുടെ വില്ലേജിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് മലമടക്കുകളിലാണ് ഈ വില്ലേജ് ഉണ്ടാവുക. അതിനുള്ള കാരണം മല മുകളിൽ കയറി വന്നിട്ടായിരിക്കും ശത്രുക്കൾക്ക് ആക്രമിക്കേണ്ടി വരിക. അപ്പോൾ മുകളിലുള്ളവർക്ക് ശത്രുക്കളെ നേരിടാൻ പെട്ടെന്ന് കഴിയും. അതേപോലെ തന്നെ രാജാവിൻ്റെ വീട് ഏറ്റവും മുകളിലായിരിക്കും. രാജാവിൻ്റെ വീട് മുകളിൽ നിന്നും ബാക്കി അദ്ദേഹത്തിൻ്റെ നടുവിൽ വീട്, ബാക്കി ഇങ്ങനെ താഴേക്കായിട്ട് ബാക്കിയുള്ളവരുടെ വീട് ഇറങ്ങി വരികയാണ് ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയുമെന്ന് കരുതാത്ത നല്ല ഒരുപാട് കാഴ്ചകൾ കണ്ട് രാജാവിനോട് ഞങ്ങൾ നന്ദിയും പറഞ്ഞ് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മോൺ വില്ലേജിലേക്ക് യാത്ര തിരിച്ചു. ലോങ്ങോയിൽ നിന്ന് മോനിലേക്കുള്ള യാത്ര അതിഗംഭീരമായ യാത്രയാണ്. നല്ല പച്ച വിരിച്ച മലമടക്കുകൾ, അതിനിടയിൽ നമുക്ക് ഈ മുളകൾ കാണാം, പച്ചപ്പ് ഗ്രീനറി. നമ്മളെ കേരളത്തിൻ്റെ മറ്റ് ഈ മൂന്നാർ മേഖലയിലൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ കാണുന്ന മറ്റൊരു കാഴ്ച. പക്ഷേ ഈ മലമടക്കുകൾക്ക് പ്രത്യേകമായ ഭംഗിയാണ് അവിടെ. ആ മലമടക്കുകൾക്ക് മുകളിൽ വെട്ടിത്തെളിച്ച് നിൽക്കുന്ന ഗ്രാമങ്ങൾ നമുക്ക് കാണാം. ഈ ഗ്രാമങ്ങളുടെ മുകളിലേക്ക് ഈ ആങ്ങിൻ്റെ വീട്ടിലേക്ക് വെട്ടിത്തെളിച്ച് കിടക്കുന്ന പാത, ഈ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ മോണിലേക്ക് ഞങ്ങൾ യാത്ര